എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. ചേട്ടത്തിയെ എന്താടാ വന്നീ ബൈക്ക് നോക്കി. ഞാൻ ബൈക്കൊന്നും നോക്കാനല്ലോ നിനക്ക് അറിഞ്ഞൂടെ? മുത്തേ വന്നു നോക്കുന്നേ. ഈ ബൈക്ക് നോക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിനൊക്കെ എന്തോ അറിയാനാ, ചുമ്മാ നോക്കുന്നേ. ഞാൻ എടുത്തു. ഇത് കണ്ടാൽ അറിഞ്ഞൂടെ? നല്ല ഓയിൽ ലീക്ക് ഉണ്ട്. ഇതിന്റെ ഗ്യാസ്കറ്റ് ഒക്കെ പൊട്ടി കിടക്കാണ്. പോകേ മതി. എടാ ഇതിന് നല്ല പണിയുണ്ടാ. മോളിക്കുട്ടിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ഞങ്ങൾ ഒരേ നാട്ടുകാരാ. എന്നെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ കുറച്ചു കാലം കേരളത്തിന് പുറത്തായിരുന്നേ. ഞാൻ വണ്ടി ശരിയാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. ശരി സാർ. ആ ജീപ്പിന്റെ പണി ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. വൈകുന്നേരം ആള് വരും. മറ്റേമാരെന്താടാ എല്ലാം നടക്കും. ചേച്ചി അമ്മാരെ ഞാൻ പണി പഠിപ്പിച്ച് പൊളിക്കല്ലേ. നോക്ക്. എന്റെ കർത്താവേ. ചാണകമല്ല ചാകണം. പോലെ സാറേ. നിങ്ങൾ ഞാൻ പറയാൻ ടൈപ്പ് ചെയ്യും. ചെല്ലടാ, നീ ചെന്ന് നൈസായിട്ട് പോയി ചോദിച്ചിട്ട് വാ. ഞാൻ പോകത്തില്ല, ഭയങ്കര ചൂടനാ. ഇതൊക്കെ സിമ്പിൾ അല്ലേ, നീ പോയി ചോദിച്ചിട്ട് വാ. പോ. ചാകണം സാറേ, അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം. സാർ എന്താടാ അസൈൻമെന്റ് ഞാൻ എഴുതിത്തരണോ? അല്ല, ഞാൻ സ്റ്റാഫ് റൂമിൽ പോയായിരുന്നു. എന്നിട്ട് സാറിനെ കണ്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. സാർ, അസൈൻമെന്റ് ഒന്ന് മേടിക്കണം. സൗകര്യം എടുത്തോണ്ട് പോടാ. ഇപ്പോഴേ ഓരോരുത്തർക്ക് സമയം കിട്ടിയ ടൈപ്പ് ചെയ്യാൻ അങ്ങോട്ട്. വിട്ടോ നീ വാ, നമുക്ക് നോക്കാം. വാ. ഇത്ര നേരം കൊണ്ടേ പറയുന്നു. ചേട്ടാ 2 കോപ്പി. 13 ചേട്ടാ, ആ ഫയൽ എടുത്ത് മാറ്റി വെച്ചേ. ആ ഫയൽ ചേട്ടാ, മാറ്. ആ ചെറുക്കൻ്റെ അസൈൻമെന്റും കൂടെ വാങ്ങിയിട്ട് കൊണ്ടുവെക്ക്. നിനക്കെന്താ വട്ടാണോ? എന്നെ പരിപാടിയാ. അങ്ങനെ ഇപ്പോൾ അവനെ തേക്കണ്ട. അവൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പാണോ? പറഞ്ഞു കൊടുക്കും.